അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു സാധനം ഇവിടെ നടക്കുന്നുണ്ട്. ഇനി അത് പുറത്തു പോകുമ്പോൾ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ബിൻസി ആയിട്ട് ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസി ആയിട്ട്. ശ്രദ്ധിച്ചേക്കാം. ശ്രദ്ധിച്ചാൽ ഇനി ശ്രദ്ധിച്ചോ. ഇനി ഇനിയൊക്കെ ശ്രദ്ധിക്കണം. ഇല്ല അവിടെ ഒന്നും ഇല്ല. റോങ് ആവത്തേ ഉള്ളൂ. എന്തോ സംഭവം ഉണ്ട്. ഈ വീഡിയോ നോക്കിയാൽ അറിയാം അപ്പാനെയും ബിൻസിയെയും പറ്റി പറഞ്ഞത് ആരാണെന്ന്. അവിടെ അനുമോൾ നിൽക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അനുമോൾ വേറെ എവിടെയെങ്കിലും വെച്ചത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ നിലവിൽ അനുമോൾ അവിടെ നിന്ന് നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഷാനവാസും ആദിലയും, അതായത് ഷാനവാസിന് അറിയില്ല, ഷാനവാസിനോട് ഈ പറയുന്ന ഈ കട്ടപ്പ ശൈത്യയും വിഷമായിട്ടുള്ള നമ്മുടെ ആദിലയും പിന്നെ ഒന്നും അറിയാത്ത നോറയും കൂടി നിന്ന് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ അപ്പാന് ശരത്തോ ശൈത്യോ ഇരുന്ന് കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി പറഞ്ഞത് അനുമോളാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഈ ശൈത്യയുടെ കൂടെയും ആദിലയുടെ കൂടെയും നോറയുടെ കൂടെയൊക്കെ നിന്ന് അനുമോളിട്ട് പറഞ്ഞുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങിയിട്ട് എന്തായാലും ഇപ്പോൾ ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞില്ല. അപ്പോഴേക്കെങ്കിലും ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കായിരുന്നു, ആരാണ് നിങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. എങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊന്നും അതിൻ്റെ അകത്ത് പോയിട്ട് അനുമോളെ അടുത്ത് ഇത്രയൊക്കെ ട്രിഗർ ആവേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. കാരണം ശരിക്കും പറഞ്ഞ കട്ടപ്പന്മാരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 3 എണ്ണവും കട്ടപ്പന്മാർ തന്നെയാണ്. പിന്നെ നിന്ന് കുത്ത്, അതായത് ഒന്നിച്ചിരുന്ന് അനുമോൾ പോലും പറയാത്ത കാര്യങ്ങളിൽ ഇവർ പറഞ്ഞുണ്ടാക്കി, എന്നിട്ട് ഇത് പറഞ്ഞത് അനുമോളാണെന്നുള്ള രീതിയിലേക്ക് എത്തിച്ച് എന്തൊക്കെയോ ഗെയിമിംഗ് ആണ് അവിടെ നടക്കുന്നതെന്ന് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ആദിലും നോറയൊക്കെ നന്നായിട്ട് ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നു നോറയൊക്കെ ടോപ്പ് 5 എത്തണം എന്നുള്ളത്. ആദിലൊക്കെ നന്നായിട്ട് കളിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. വെറും റീ എൻട്രിക്ക് ശേഷം പുറത്തു പോയ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിനകത്ത് തിരിച്ചു വന്നതിന് ശേഷം കൃത്യം പറഞ്ഞ അവരുടെയൊക്കെ സ്ഥാനിക് കോണം എന്താണെന്ന് ഇവിടെ കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എനിക്കൊക്കെ നോറ ടോപ്പ് 5 കയറാനേ പാടില്ല, അത്രയ്ക്ക് അർഹിക്കുന്നില്ല. കാരണം കൂടെ നിന്ന് എങ്ങനെയൊക്കെ ചതിക്കാവോ, എങ്ങനെയൊക്കെ പിന്നെ നിന്ന് കുത്താവോ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ആദിലയായാലും നോറയായാലും പിന്നെ ശൈത്യം പറയണ്ടല്ലോ, മുമ്പേ ചെയ്തതാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? താഴെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അനുമോളെ അനീഷിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി കാണാം.